അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട മൂസ ബിനുൽ അലാ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ എന്നോട് ഹുദൈഫത്ത് ബിനുൽ ഖതാദ റളിയല്ലാഹു അൻഹു എന്നോട് പറയുന്നു, നിന്നിൽ ഒരു 3 കാര്യം ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇറക്കുന്ന എല്ലാ നിഅമത്തിൻ്റെ ഒരു അംശം നിനക്കുണ്ടാകും. ഈ 3 കാര്യത്തിൻ്റെ പ്രതിഫലമായിട്ട് ഈ 3 കാര്യം നിന്നിൽ ഉണ്ടായ കാരണത്താൽ അള്ളാഹു ഓരോരോ ദിവസം എന്തെല്ലാം നിഅമത്തുകൾ ഇറക്കുന്നോ അതിൻ്റെ ഒരു ഭാഗം, ഒരു അംശം, ആ നിഅമത്ത്, ആ റഹ്മത്ത് നിന്നിലുണ്ടാകും. അത്രമാത്രം പോരിശയുള്ള ഒരു 3 കാര്യം ഞാൻ നിന്നോട് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ 3 കാര്യം ബഹുമാനപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യാ മൂസ, ഒന്നാമത്തത് യകൂനു അമലുക ലില്ലാഹി, അമലുകളെല്ലാം അത് അല്ലാഹുവിന് വേണ്ടി ആകണം. എന്തേ ഇങ്ങനെ പറഞ്ഞത്? അമൽ ഏതായാലും അല്ലാഹുവിന് ഉള്ളത് തന്നെയാണല്ലോ. പക്ഷേ പിന്നെന്തേ അത് ഒന്നും കൂടി എടുത്തു പറഞ്ഞത്? അങ്ങനെ പറയാൻ കാരണമുണ്ട്. പലപ്പോഴും നമ്മളിൽ അമലുകൾ ധാരാളം ഉണ്ടാകും. നിസ്കാരമുണ്ടാകും, ഖുർആൻ ഓത്തുണ്ടാകും, ദിക്റുണ്ടാകും, സ്വലാത്തുകളുണ്ടാകും, നോമ്പുണ്ടാകും, സ്വതക്കയുണ്ടാകും, സകാത്തുണ്ടാകും, നല്ല നല്ല സൽക്കർമ്മങ്ങളുണ്ടാകും. പക്ഷേ അതെല്ലാം നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും പക്ഷേ അതെല്ലാം ചിലപ്പോൾ അള്ളാഹുവിന് വേണ്ടി ആകുന്നില്ല. അല്ലാഹുവിന് വേണ്ടി നാം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ എവിടെയോ അത് ആർക്കോ വേണ്ടിയിട്ട് നാം ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ ചെയ്തതിൻ്റെ പേരിൽ അതേ 2 ആൾക്കാർ അറിയണം, 2 ആൾക്കാർ എന്നെ മനസ്സിലാക്കണം, ഞാനൊരു നല്ലവനാണ്, ഞാനൊരു തഖ്വയുള്ളവനാണ്, ഞാനൊരു ഇബാദത്തുകാരനാണ്, ഞാനൊരു ദിക്റുകാരനാണ്, ഞാനൊരു നോമ്പുകാരനാണ്, ഞാനൊരു തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്, ഞാനൊരു ദുഹാ നിസ്കരിക്കുന്നവനാണ് എന്ന് എന്നെക്കുറിച്ച് ആൾക്കാർ പറയണം എന്ന് എവിടെയോ നമ്മുടെ കൽബിൽ അങ്ങനൊരു ചിന്ത പലപ്പോഴും വരുന്നുണ്ട്. നാം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കൽബിൽ അത് വന്നു പോകുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ വന്നു പോകരുത്. അങ്ങനെ വന്നാൽ ഇത്രയെല്ലാം ചെയ്തത് അത് വെറുതെയായി പോയി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ ചെയ്യുന്ന എല്ലാ അമലും അത് അല്ലാഹുവിന് വേണ്ടി ആകണം. അപ്പോൾ ചെയ്യുന്ന അമലെല്ലാം അത് അല്ലാഹുവിന് വേണ്ടി ആയിട്ടുണ്ടോ, ആകുന്നുണ്ടോ എന്ന് എന്നും ഇങ്ങനെ പരിശോധിക്കണം. ചെയ്ത അമലെല്ലാം റബ്ബിന് വേണ്ടി മാത്രം, റബ്ബിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഞാൻ ചെയ്യലുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നവനായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാൻ, വതുഹിബ്ബു ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, അതെ, നിനക്ക് എന്തെല്ലാം ഇഷ്ടമാണോ, നിന്റെ നഫ്സിലേക്ക്, നിന്റെ ശരീരത്തിലേക്ക് നീ എന്തെല്ലാം ഇഷ്ടപ്പെടുന്ന ആ കാര്യങ്ങളെല്ലാം നിന്റെ കൂട്ടുകാരനേക്കും നീ ഇഷ്ടപ്പെടുന്നവനാകണം. വല്ലാത്തൊരു ചിന്തയാണ്. പലപ്പോഴും അത് നമുക്ക് ഉണ്ടാകുന്നില്ല. നമ്മൾ ഒരു നല്ല വീടുണ്ടാകാൻ ആഗ്രഹിക്കുന്നു, ഒരു നല്ല വാഹനം എൻ്റെ കയ്യിലുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു ജീവിതം, നല്ലൊരു ഐശ്വര്യം, നല്ലൊരു ബർക്കത്ത്, നല്ലൊരു ആരോഗ്യം എനിക്കുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്തെല്ലാം എൻ്റെ ശരീരത്തിനിക്ക്, എനിക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം എൻ്റെ കൂട്ടുകാർക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നവനാകണം. ഇത് പലപ്പോഴും ഇതുപുറത്തുള്ള ചിന്ത നമ്മളെ കൽബിലേക്ക് വരുന്നില്ല. എവിടെയോ ആർക്കോ എന്തോ ഒരു നന്മ കിട്ടിയതിൻ്റെ പേരിൽ, ആർക്കോ അള്ളാഹു എന്തെങ്കിലും ഒരു നിഅമത്ത് കൊടുത്തതിൻ്റെ പേരിൽ എന്നെക്കാൾ അവൻ ഉയർന്നുപോയോ, എന്നെക്കാൾ അവൻ ഉഷാറായിപ്പോയോ, എന്നെക്കാൾ അവന് വലിയൊരു ആളായിപ്പോയോ, വലിയൊരു പണക്കാരനായിപ്പോയോ എന്ന് കാണുമ്പോഴേക്ക് നമുക്കെവിടെയോ അവനക്ക് കിട്ടിയതിൽ നമുക്ക് വിഷമം വരികയാണ്, നമുക്ക് വേജാറാവുകയാണ്. അതേ, മറ്റൊരുത്തനിക്ക് അള്ളാഹു നൽകിയതിൽ സന്തോഷമുള്ളവനാകണം.
അതാണ് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യം അത് ചെറിയ വിഷയമൊന്നുമല്ല, അത് വല്ലാത്തൊരു വിഷയം തന്നെയാണ്. ഈ രണ്ട് കാര്യം വളരെ ഗൗരവമുള്ള വിഷയമാണ്. മൂന്നാമത്തെ കാര്യം ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നു, ഹാദിഹിൽ കസറത്ത് തഹർറാ ഫീഹാ മാ ഖദർത. നീ തിന്നുന്നത്, നീ ഭക്ഷിക്കുന്നത്, നീ ഉപയോഗിക്കുന്നത് അതെല്ലാം ഹലാൽ ആണോ എന്ന് നീ കരുതിയിരിക്കണം. അത് നീ സൂക്ഷിക്കണം, വളരെ ജാഗ്രതയോടുകൂടെ ആയിരിക്കണം. നിന്റെ എല്ലാ ഉപയോഗങ്ങളും, അതേ നിന്റെ ഭാര്യ മക്കൾക്ക് നീ തീറ്റിക്കുന്ന ഭക്ഷണമാവട്ടെ, നീ ഉപയോഗിക്കുന്ന പണമാവട്ടെ, നീ ഭക്ഷിക്കുന്നതാവട്ടെ, നീ കുടിക്കുന്നതാകട്ടെ, അതെല്ലാം ഹറാം മുക്തമാണോ, അതേ ഹലാല് മാത്രമാണോ എന്ന് വളരെ ഗൗരവത്തിൽ നീ സൂക്ഷിക്കുന്നവനാകണം. ഈ മൂന്ന് കാര്യം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കേൾക്കുമ്പോൾ ഒരു മൂന്ന് കാര്യമല്ലേ, അത് ചെയ്യാം എന്ന് തോന്നും. പക്ഷേ അത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിന് വളരെ പരിശ്രമമാണ്. ഗൗരവത്തിൽ അത് ചിന്തിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടതുപോലെ ജീവിച്ചാലേ ഈ മൂന്ന് കാര്യം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ട് എന്ന് വന്നാൽ, അതേ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അല്ലാഹു ഈ ദുനിയാവിൽ എല്ലാ ദിവസം ലക്ഷക്കണക്കിനുള്ള നിഅമത്തുകൾ, റഹ്മത്തുകൾ അവൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അതിലെല്ലാം ഓരോരോ അംശം അത് നമുക്കുണ്ടാകും. ആ റഹ്മത്തിൽ നമ്മൾ പെട്ടുപോകും, ആ നിഅമത്തിൽ നമ്മളും ഉണ്ടാകും എന്നാണ് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ എല്ലാ നിഅമത്തുകളിലും, അള്ളാഹുവിൻ്റെ എല്ലാ റഹ്മത്തുകളിലും നമ്മൾ പെട്ടുപോകുക, അതിൽ ഒരംശം എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് ചെറിയ ഭാഗ്യമൊന്നുമല്ലല്ലോ. ആ ഭാഗ്യത്തിന് വേണ്ടി നാം ശ്രമിക്കുക. ആ ഭാഗ്യം കിട്ടണമെങ്കിൽ അതേ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ ശ്രദ്ധ തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.